ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി സേനൻ്റെ വീട്ടിലെത്തി. സേനന് സംഭവിച്ച അപകടം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ ആ CCTV ഫുട്ടേജൊക്കെ പരിശോധിച്ച് നോക്കുക. ഈ സമയമാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നുമില്ല. അങ്ങനെ സേനൻ്റെ അടുത്തേക്ക് അവർ തിരികെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കയറിയ ആളെന്തായാലും ഭയങ്കര ബുദ്ധിമാൻ തന്നെയാണ്. അവൻ നമ്മുടെ CCTV ഒക്കെ ഡാമേജ് ആക്കിയിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരുന്ന വഴിക്ക് വിക്രത്തെയും ജെറിയെയും ഒരുമിച്ച് കണ്ടതുകൊണ്ട് തന്നെ മിക്കവാറും അയാൾ ഗംഗാപ്രസാദ് ആണോ എന്നുള്ളൊരു സംശയം കിരണും കല്യാണിയും കൂടി പ്രകടിപ്പിക്കുക. അപ്പം ഇത് കേട്ടത് രൂപ പറഞ്ഞു, എന്തിനാ മോനെ വെറുതെ ആവശ്യമില്ലാണ്ട്, അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണല്ലോ മോനെ രക്ഷപ്പെടുത്തിയത്. പിന്നെ നീ എന്തിനാ അങ്ങനെ സംശയിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ സേനനും രൂപ പറയുന്ന ആ ഒരു കാര്യത്തോട് അനുകൂലമായിട്ട് തന്നെ സംസാരിക്കുക. ഇത് കേട്ടപ്പോൾ നമ്മുടെ കിരൺ പറഞ്ഞു, അതെ, എനിക്ക് സംശയം തോന്നാനായിട്ട് പല കാരണങ്ങളുണ്ട്. വിക്രവുമായിട്ട് ചങ്ങാത്തം വെക്കേണ്ട കാര്യം ഒരു കാരണം വെച്ചാലും ജെറിക്കില്ലല്ലോ. വിക്രത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് വിക്രത്തെ പോലെയുള്ള ഒരാളെ ഒരു മനുഷ്യനും അടുപ്പിക്കുകയോ ഇല്ല. അങ്ങനെയുള്ളപ്പം അയാൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് വ്യഗ്രത കാണിക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് ശരിക്കും അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില രഹസ്യങ്ങളുണ്ട്. എന്തായാലും ഞാനത് കണ്ടെത്തിയിരിക്കും എന്നുള്ള ഒറ്റ വാശിപ്പുറത്ത് നിൽക്കുക നമ്മുടെ കിരൺ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയു അച്ഛന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ കിടക്കുന്ന റൂമിലേക്ക് വരിക. അപ്പം പിന്നാലെ ശാരിയുണ്ട്. അങ്ങനെ അച്ഛന് മരുന്നൊക്കെ കൊടുത്തു. അതിനുശേഷമാണെങ്കിലോ രാഹുൽ പറഞ്ഞു, മോളെ, നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എന്താ അച്ഛാ, എന്താ സംഭവം? അതെ, അച്ഛൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും അച്ഛൻ വിചാരിച്ചാൽ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. എന്താ കാര്യമെന്ന് വെച്ചാൽ തുറന്നു പറ മനുഷ്യന്ന് ശാരി ചോദിക്കുക. ഇത് കേട്ടതും സേനൻ്റെ അപകടം സംഭവിച്ച കാര്യങ്ങളും സേനനെ അങ്ങനെ അടിച്ചൊതുക്കി ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും ബകാസുരൻ പറഞ്ഞു. കൊള്ളാലോ, നല്ല വാർത്തയാണല്ലോ. എന്തായാലും അച്ഛാ, സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഞാനും മനുവേട്ടനും കൂടി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രയും സന്തോഷമുള്ളൊരു വാർത്ത അച്ഛൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബകാസുരന് നല്ല സങ്കടമുണ്ട്. അതിന് മോളെ, അമേരിക്കയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം എന്തായാലും സേനൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ ആരാണെന്ന് മോൾക്ക് അറിയാവോ? ആ ഗംഗാപ്രസാദ്, അയാളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് കല്യാണിയാണ്. കിരണിന് ഇനിയിപ്പോൾ അനങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കല്യാണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് ബകാസുരൻ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ സരയൂന് വലിയ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരുപാട് സന്തോഷമായച്ചാ, ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് പോവുക. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശാരി, അല്ല, സേനന് കാര്യമായിട്ടാണോ പരിക്ക് പറ്റിയിരിക്കുന്നത്, അതോ വലിയ കുഴപ്പമില്ലാത്ത പരിക്കാണോ, എങ്ങനെയാണ്? വലിയ കുഴപ്പമൊന്നുമില്ല. അവളുണ്ടല്ലോ എൻ്റെ പെങ്ങള് രൂപ, അവൾ തക്ക സമയത്ത് തോക്കെടുത്ത് ഗംഗാപ്രസാദിനെ വിരട്ടി. അതുകൊണ്ട് മാത്രമാണ് സേനൻ അവൻ്റെ ജീവൻ പോകാതെ രക്ഷപ്പെട്ടത്. അവർക്കറിയാം അവർക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ശാരിയാണെങ്കിൽ, ഇതൊക്കെ കേട്ടിട്ട് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു പാഷാണത്തിക്രിമി ഉണ്ടല്ലോ, അവൻ നമ്മുടെ മോളെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയെങ്കിൽ മാത്രമേ എനിക്കിനി സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് ശാരി പറയുക. എന്തായാലും അവൻ പോകും. അവൻ്റെ വിവാഹശേഷം അവൻ ഉറപ്പായിട്ടും ഇവിടം വിട്ടു പോകും. അങ്ങനെയാണല്ലോ അവൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ വീട്ടിലാണ്. അപ്പം രൂപയും അതുപോലെ സേനനും ഒക്കെ ഈ അപകടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ദീപയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കിരൺ. എനിക്ക് നല്ല സംശയമുണ്ട്, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ഈ ജെറി ആണോ എന്ന്. എന്തായാലും ഞാൻ കണ്ടെത്തിയിരിക്കുമെന്നുള്ള വാശിപ്പുറത്തിരിക്കുക നമ്മുടെ കിരൺ. ഇത് കേട്ടതും ദീപ പറഞ്ഞു, അല്ല മോനെ, അത്രയും നല്ലൊരു സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ അവൻ അങ്ങനെ അഭിനയിക്കുമോ? എന്നാലും ഒരാൾക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? പറ്റും അമ്മേ, പറ്റും. എന്ത് സംഭവിച്ചാലും അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലം അവിടെ നിന്ന് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ സംസാരിച്ചതും നമ്മുടെ താര അവർക്ക് കുടിക്കാനുള്ള ആ വെള്ളമൊക്കെ ആയിട്ട് വരിക. അപ്പം താര പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന്. അപ്പോഴും കിരൺ പറഞ്ഞു, എൻ്റെ ആൻറ്റി വിഷമിക്കുമൊന്നും വേണ്ട, അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ എത്ര കാലം വേണേലും താമസിക്കാം. ആൻറ്റിയെ ഞങ്ങൾ ഒരിക്കലും അന്യായിട്ട് കണ്ടിട്ടില്ല. ആൻറ്റിയോട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്നൊക്കെ
കിരൺ നമ്മുടെ താരയോട് പറഞ്ഞ് താരയെ സമാധാനിപ്പിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ കല്യാണിക്കൊരു കോള് വരുന്നത്. കല്യാണി കോൾ അറ്റൻഡ് ചെയ്തതും ആ അമ്മേ പറയും, എന്താ അമ്മേ പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് ചോദിച്ച് അവളെ കിരണിനോട് യാത്രയും പറഞ്ഞ് രൂപ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പൊ രൂപയും യാമിനിയും സേനനും ഒക്കെ നമ്മുടെ കല്യാണിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ അവിടെ എത്തിയതും എന്താ അമ്മേ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. അപ്പം രൂപ തൻ്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു മെസ്സേജ് കണ്ടതും ശരിക്കും നമ്മുടെ കല്യാണി ഒന്നും ഞെട്ടി. ഗംഗാപ്രസാദിന്റെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. കാർത്തികയെ സംരക്ഷിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ മകളെയും മരുമകനെയും എല്ലാരെയും അങ്ങ് തീർത്ത് കളയും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗംഗാപ്രസാദ് ഒരു മെസ്സേജ് രൂപയുടെ ഫോണിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടതിൻ്റെ വെപ്രാളത്തിലാണ് രൂപ കല്യാണിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കല്യാണി ഇത് കണ്ടതും ഇതിനാണോ അമ്മ ഇത്രയും ടെൻഷൻ അടിച്ചത്? മോളെ, അവൻ്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കണം. പിന്നെ കാർത്തിക മോൾ എന്നെ വിളിച്ചായിരുന്നു, ഇനി ആരും തങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് മോള് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ അമ്മയെന്ന് കല്യാണി രൂപയോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ സേനനും വലിയ വിഷമമൊക്കെ ആയിട്ടോ. സേനൻ പറയുന്നുണ്ട്, ഒരിക്കലും പറ്റില്ല മോളെ, നമ്മളോടൊരു സഹായം ചോദിച്ചു വരുന്നവരെ എങ്ങനെയാണ് നമ്മൾ അവരെ നിരാശപ്പെടുത്തി വിടുന്നത്? എന്തായാലും കല്യാണി മോളുടെ ചേച്ചിയാണ് കാർത്തിക. അതുകൊണ്ട് തന്നെ കാർത്തികയെ സഹായിക്കാതിരിക്കാൻ തങ്ങൾക്ക് പറ്റില്ല എന്നുള്ള നിലപാടിൽ അവരെല്ലാവരും ഉറച്ചു തന്നെ നിൽക്കുക. എന്തായാലും ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ഏതവനാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുക. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് സരയുവിൻ്റെ വീട്ടിൽ ആരോ വന്നിട്ട് വാതിൽ തുറക്കുന്ന കാഴ്ച. വന്ന് നിൽക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ കല്യാണിയും രൂപയും കൂടി. അല്ല, ഇവിടെ ഉണ്ടോ അവൻ, എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനെന്ന് രൂപ ചോദിക്കുക. എന്താ രൂപ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെ ആങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് അയാളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ജീവിക്കാൻ മേലെ ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ എങ്ങനെയാ താമസിക്കുന്നത്? ഈ കല്യാണി മോളുടെ അമ്മയെ കണ്ടു പഠിക്ക്. പ്രകാശൻ എന്ന് പറയുന്ന പെരിച്ചാഴിയെ എത്ര പെട്ടെന്ന് അവർ അയാളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് ഒഴിവാക്കിയത്. അതുപോലെ നിങ്ങൾക്കും ഒന്ന് മാറി ചിന്തിക്കാമല്ലോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം സരയു പറയുന്നുണ്ട്, അതെ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകാനെന്ന് കല്യാണി തിരിച്ചു ചോദിച്ചതും സരയു ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഞങ്ങൾക്കറിയാം അടി കൊണ്ട് അയാൾ ചുരുണ്ട് അകത്ത് തന്നെ കിടക്കുന്നുണ്ടെന്ന്. ഇനിയും ഇപ്പം ആരെയൊക്കെ കൊല്ലണമെന്നായിരിക്കും അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനേ ഒരു തവണ ആലോചിച്ചതാ എൻ്റെ ആങ്ങളെയൊക്കെ ഒന്ന് ജയിലിൽ പോയാലോന്ന്. പക്ഷേ ഞാൻ അപ്പോഴും ഒരു കാര്യം ആലോചിച്ചു. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വർഷങ്ങളോളം പിണങ്ങി നിന്നിട്ട് ഇനി അദ്ദേഹത്തോടൊപ്പം ചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ പിരിയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ഭർത്താവ് ജീവനോട് കൂടി ഇരിക്കുന്നതെന്ന് നമ്മുടെ ശാരിയുടെ മുഖത്ത് നോക്കി രൂപ പറയുക. ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? അങ്ങ് മാറി നിൽക്കടി. അയാളെ കാണാനാണ് ഞങ്ങൾ വന്നതെങ്കിൽ ഉറപ്പായിട്ടും അയാളെ കണ്ടിട്ട് തന്നെ പോവുള്ളൂ. പിന്നെ നിന്റെ മോളുടെ ജീവിതം കോഞ്ഞാട്ടയായി പോയതുകൊണ്ട് മാത്രം അവളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്നത്. മകളാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ശരിക്കും ഇവരെന്താ പറയുന്നത്? പല ആൾക്കാരും തൻ്റെ ഈ മനുവേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? അസൂയ മൂത്തിട്ടായിരിക്കും എന്നൊക്കെയാണ് സരയു മനസ്സിൽ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബഗാസുരനെ കാണാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്ന കല്യാണിയും രൂപയും കൂടി പുള്ളിക്കാരൻ കിടക്കുന്ന റൂമിലേക്ക് ചെന്നതും ആളാണെങ്കിൽ ആകാശത്തോട്ട് നോക്കി കിടക്കുക. അപ്പം ചോദിച്ചു, ആരെ കൊല്ലണമെന്ന് ആലോചിച്ച് കിടക്കുകയാണോ താൻ? എടോ, താൻ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും തന്നെ ഒന്ന് വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഉപദേശത്തോടു കൂടി ബഗാസുരൻ്റെ അടുത്ത് പറഞ്ഞതും അതിന് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ എന്തിലൊക്കെയോ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കല്യാണിയും രൂപയും കൂടി അവൻ്റെ നേരെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.